ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു ഈ ചിത്രത്തിന്റെ പേര് ഇന്നലെ വരെ. ഇന്ന് ആ പേര് മാറ്റാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ആ പേരിൽ നിന്ന് ഭാരതം എന്ന വാക്ക് ഒഴിവാക്കണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു. ഞങ്ങൾക്കതിൽ വലിയ പ്രതിഷേധമുണ്ട്. കാരണം വ്യക്തമായ ഒരു കാരണം പറയാതെയാണ് സെൻസർ ബോർഡ് ആ പേര്, ഭാരതം എന്ന ആ പേര് അതിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത്. സിനിമ മികച്ച സിനിമയാണ്, സിനിമയുടെ കണ്ടന്റ് വളരെ നല്ലതാണ്, ഞങ്ങൾക്ക് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ക്ലീൻ യു സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു സിനിമയ്ക്ക്, കണ്ടന്റിൽ യാതൊരുവിധ പ്രശ്നമില്ലാത്ത ഒരു സിനിമയ്ക്ക് അതിന്റെ പേരിൽ മാത്രം കുരുക്കിട്ടിരിക്കുകയാണ് ഇപ്പോൾ സെൻസർ ബോർഡ്. ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ഈ സിനിമയുടെ നിർമ്മാതാവ്, ഈ സിനിമയുടെ സംവിധായകൻ, മറ്റ് അണിയറ പ്രവർത്തകർ നമ്മളോടൊപ്പം ഉണ്ട്. ആദ്യം ശ്രീ സുഭീഷ് സുധിയെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. സ്വാഭാവികമായിട്ട് സിനിമയുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു കഥ ഉണ്ടാകുന്നു, ഒരു പേര് കണ്ടെത്തുന്നു, ആ പേര് ഫിലിം ചേംബറിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾക്ക് ചോദിച്ചിരുന്നു, ഇതൊരു ഭാവിയിൽ ഒരു വിവാദം ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ആൾക്കാരായിട്ട് സെൻസർ ബോർഡ് ഇതൊരു പ്രശ്നമില്ല, കണ്ടന്റ് ഒരു സർക്കാരിനെയോ ഒരു പാർട്ടിയോ വിമർശിക്കുന്ന ഒരു കണ്ടന്റ് അല്ല പറഞ്ഞു. നമ്മളെല്ലാ രീതിയിലും അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഷൂട്ടിംഗ് പ്രോസസ്സ്, ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ ട്രെയിലർ സെൻസറിനുണ്ട്. ട്രെയിലറിന് പോകുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ട്രെയിലർ സർട്ടിഫിക്കറ്റ് കിട്ടി, എല്ലാ തിയേറ്ററുകളും പ്രദർശിപ്പിക്കുന്നു. പെട്ടെന്ന് നമ്മൾ സിനിമ സബ്മിറ്റ് ചെയ്തു. സിനിമ സബ്മിറ്റ് ചെയ്തവർ പറഞ്ഞു, നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം സെൻസറിന്റെ പ്രക്രിയ, നമ്മൾ അവരുടെ സിനിമ കാണും. നമ്മൾ ഞാൻ സതീഷ് ചേട്ടൻ ഇവർക്ക് നമ്മൾ എല്ലാവരും നമ്മളെല്ലാം പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ സിനിമ കഴിഞ്ഞ് വന്നു. അപ്പോൾ അവരോട് ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ഇത്രയൊക്കെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത്, നമുക്ക് അറിയില്ല ഇത് സംഭവം അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയി ഉള്ളിൽ നമ്മൾ 2-3 പേർക്ക് അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളൂ. അപ്പോൾ അത് പറഞ്ഞു സിനിമക്ക് ക്ലീൻ ഒരു കട്ട് പോലും ഇല്ല, യൂസ് സർട്ടിഫിക്കറ്റ് തരും, പക്ഷെ നിങ്ങൾ ടൈറ്റിൽ മാറ്റും. അപ്പോൾ ഞാൻ ഭയങ്കര ഇതായി, നമ്മളെല്ലാം ടെൻഷനായി. അപ്പോൾ നമ്മൾ സാർ എന്താ പ്രശ്നം, നിങ്ങൾ ഭാരത സർക്കാർ വിളിച്ച് നിങ്ങൾ ഏത് സർക്കാർ കേട്ടോ, നിങ്ങൾ പിന്നെ കേരള സർക്കാർ കേട്ടോ, കർണാടക സർക്കാർ കേട്ടോ, ഏത് സർക്കാർ, പക്ഷെ ഭാരത സർക്കാർ കൂടെ അതിന് അവർക്ക് വലിയ ന്യായം നമ്മൾ വീട് ചോദിച്ചു. അപ്പൊ ഞാൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു നമ്മളെല്ലാം സെൻസർ ബോർഡിന് മുമ്പിൽ ഇത്ര മാത്രം, കാരണം അവരെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ വിഭാഗത്തിലേക്ക് പോയിട്ട് നമുക്ക് പ്രശ്നമല്ല, പക്ഷെ സാർ ഈ നമ്മളൊരു വിഭാഗത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല, ഇതൊരു വിഭാഗത്തിലേക്ക് പോയി ഉണ്ടാക്കേണ്ട സിനിമയെല്ലാം നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവർ പറയുന്നത് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഇത് ഭാരത സർക്കാർ നിങ്ങൾക്ക് തരില്ല. ഭാരത സർക്കാർ തരില്ല മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിവ്യൂ കമ്മിറ്റിക്ക് പോകുക. അത് ഒരു 30 ദിവസം പ്രോസസ് എടുക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നമ്മളെ പ്രസ് മീറ്റിൽ നിങ്ങളടക്കം ചോദിച്ചു 1-ാം തീയതി റിലീസാവേണ്ട സിനിമ. അപ്പം സമരം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രതിസന്ധിനെ അത് ജീവിച്ച് നമ്മൾ 8-ാം തീയതിയിലേക്ക് മാറ്റി. 8-ാം തീയതി നമ്മൾ സിനിമ റിലീസ് ചെയ്ത് ചെറിയ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാത്ത നമ്മളൊക്കെ അഭിനയിക്കുന്ന സിനിമകളാണ്. അപ്പൊ അതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തി നമ്മൾ മൊത്തത്തിൽ സെൻസർ ബോർഡ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രീസിയേഷമായ ഒരു അടി നമുക്ക് കിട്ടി. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ വടക്കേന്ത്യയിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് നമുക്ക് വലിയ ഉറപ്പുണ്ടായി. ഈ പൊതുസമൂഹത്തിൽ നമുക്ക് ഒരു വിശ്വാസം. പക്ഷേ ഇത് ഇവിടത്തേക്ക് വന്നപ്പോൾ ശരിക്കും നമുക്ക് അതിനെ കുറിച്ച് ഒരു പേടിയുണ്ട്. കാരണം നമ്മളൊരു കുട്ടി ഉണ്ടായി, കുട്ടീനെ വളർത്തി, ആ കുട്ടി വളർന്ന് വലുതായി, പെട്ടെന്ന് ഒരാളെന്ന് വന്ന് പറയുകയാണ് ഈ കുട്ടീനെ തലവെട്ടണം. അതേ അവസ്ഥയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, സിനിമയുടെ കണ്ടന്റിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള പരാതികളുമില്ല, പേരിൽ മാത്രമാണ് പ്രശ്നം. 2, ഈ പേരിൽ എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. സെൻസർ ബോർഡ് പലതവണ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഈ പേര് ഇടാൻ പാടില്ല.
അതിന് അവർക്ക് ഉത്തരവില്ല. 3, സെൻസർ ട്രെയിലറിന് തന്നു. അതിനെ തുടർന്നാണ് ഞങ്ങൾ ഇത്രയധികം പോസ്റ്ററുകൾ അടിച്ചത്. 30,000-30,000-ഓളം പോസ്റ്ററുകൾ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര്. ആ പോസ്റ്ററുകൾ ഇനി ഒട്ടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ പോസ്റ്ററുകളുടെ ഭാരത എന്ന വാക്ക് മറച്ചുകൊണ്ട് ഞങ്ങൾ ഈ ബാക്കിലെ സ്റ്റാൻഡിൽ മറച്ചതുപോലെ 30,000 പോസ്റ്ററിലും ആ പേര് മറച്ചുകൊണ്ട് വേണം ഇതിന്റെ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ റിവ്യൂ കമ്മിറ്റിയിൽ പോയി ഈ പേര് വാങ്ങിക്കോളൂ. റിവ്യൂ കമ്മിറ്റിയിൽ പോയാൽ 20 ദിവസം മുതൽ 45 ദിവസം വരെ എടുക്കും. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പറഞ്ഞ 8-ാം തീയതി എന്ന ഡേറ്റിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി ബോർഡുകൾ, ഹോർഡിങ്ങുകൾ, മെട്രോ പില്ലർ പരസ്യം, ഇതൊക്കെ നമ്മൾ 15 ദിവസത്തേക്ക് 20 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ദിവസങ്ങൾ കൂടുന്നതിനനുസരിച്ച് പൈസയും കൂടും. പിന്നെ വലിയ സിനിമകൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, ഏപ്രിൽ മാസത്തിൽ വൻ റിലീസുകൾ, മെയ്യിൽ വൻ റിലീസുകൾ, ഇതിനിടയിൽ കൊണ്ടുപോയി ഈ സിനിമ ഇറക്കാനും പറ്റില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ നിർദ്ദേശങ്ങളോട് പ്രതിഷേധമുണ്ടെങ്കിലും അത് അംഗീകരിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുകയുണ്ടായത്. നമുക്കറിയാം, കോൺട്രവേഴ്സിയലായ കണ്ടന്റ് ഉള്ള ഇവർ കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഇവിടെ സെൻസർ കൊടുക്കും. അത് പ്രൊപഗാൻഡ സിനിമയാണ്. ആ പ്രൊപഗാൻഡ സിനിമയ്ക്ക് ഇവിടെ സെൻസർ കൊടുത്തു, ഉള്ളടക്കം പ്രശ്നമായിട്ട്. പക്ഷെ ഉള്ളടക്കം പ്രശ്നമല്ലാത്തൊരു സിനിമയ്ക്ക് പേര് മാറ്റണം. അതായത് ഭാരതം എന്ന ഈ വാക്ക് ചില ആളുകളുടെ മാത്രം സ്വന്തമാണ് എന്ന് പറയാതെ പറയുകയാണ്. ഇവിടെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് സെൻസർ ബോർഡ് കാണിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വളരെ മാനസികമായ ബുദ്ധിമുട്ടാണ് ഇതിന് തുടർന്ന് നമുക്കുണ്ടായത്. കാരണം ഒരുപാട് അധിക ചെലവുകൾ ഈ ബ്രാൻഡിങ് എല്ലായിടത്തും എത്തി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാക്കിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുമ്പിൽ ഒന്നുകിൽ ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് നിങ്ങൾ പേരാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭാരതമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കേരളമുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പൊ ആ ഒരു വാക്ക് ഞങ്ങളുടെ പരമായ സംശയം, ഇതിപ്പോ ഇന്ത്യൻ സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നെങ്കിൽ പക്ഷേ ഈ സിനിമയ്ക്ക് സെൻസർ കിട്ടുമായിരുന്നു. എന്തുകൊണ്ട് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് ഈ സിനിമയ്ക്ക് പേരിട്ടു എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും. കാരണം ഇതല്ലാതെ വേറൊരു ഇത്രയും ആപ്റ്റായ പേര് ഈ സിനിമയ്ക്കില്ല. അപ്പൊ ചില ആളുകളുടെ താല്പര്യം അത് ഒരു സിസ്റ്റത്തിന്റെ താല്പര്യമാക്കി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ താല്പര്യം ചില ആളുകളുടെ താല്പര്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയെ ഉപദ്രവിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു നടപടി കൊണ്ടുണ്ടായിട്ടുള്ളത്. സംവിധായകൻ ടിവിയിലേക്ക് അല്ല, ഈ പറഞ്ഞതാണ് എനിക്കും റിപ്പീറ്റ് ചെയ്യാനുള്ളത്. അവര് എന്താണ് ഇതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് അതൊന്നുമില്ലെന്ന് പറയുന്നു. ഈ ഭാരതം എന്നവർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നില്ല. അത് അവര് ക്ലിയർ ചെയ്ത് തരുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണുള്ളത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നോർമലി ഇപ്പൊ അന്ന് തന്നെ പറയാം, സെൻസറിന്റെ ഈ പറഞ്ഞ ഇഷ്യൂസിന്റെ കാര്യം പറയുന്നത് ശരിക്കും ഒരു സിനിമയുടെ സ്വാതന്ത്ര്യം തന്നെ തീരുമാനിക്കുന്നത് വേറെ ആളുടെ കയ്യിലാണ്. അപ്പൊ അവര് തന്നെ അവര് ഡിസൈഡ് ചെയ്യാണ് ഇന്ന സീൻ വേണ്ട അല്ലെങ്കിൽ ഇന്ന പേര് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ആ സിനിമയുടെ എലമെന്റ് ആയിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു കലയെ നശിപ്പിക്കുന്നത്, കല തന്നെ കലയെ നശിപ്പിക്കുന്ന പോലെ അല്ലേ? അല്ല, അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നിങ്ങൾ അന്ന് പറഞ്ഞ ഒരു കാര്യം, അന്ന് പറഞ്ഞ സെൻസർ ബോർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അത് കൃത്യമായിട്ട് പ്രാവർത്തിക്കുക. കാരണം അവർ പറഞ്ഞ വെച്ചാൽ നമ്മള് വീണ്ടും ചോദിച്ചു എന്താണ് സാർ നമ്മുടെ സിനിമയുടെ പ്രശ്നം. അപ്പോൾ ക്ലീൻ വ്യൂ ആണ് നമ്മൾ തന്നിരിക്കുന്നത്. ഈ ചോദ്യം വളരെ പ്രശസ്തമാണ്. കാരണം ഇത് നമ്മൾ ഒരു സൃഷ്ടി, ഒരു കലാസൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാക്കുന്ന അയാൾ ഒരുപാട് കാലത്ത് അധ്വാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് പേരിടണം, നമ്മുടെ ഇഷ്ടപ്പെട്ട പേരോ നമ്മൾ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് അവരാണ്. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇപ്പം നേരത്തെ സതീഷ് ചേട്ടൻ പറഞ്ഞ പോലെ കേരള സ്റ്റോറിയുടെ കാര്യം, പിന്നെ ഒരുപാട് പടത്തിന്റെ പേരൊന്നും പ്രശ്നമായിരുന്നില്ല. നമ്മളോട് എന്തിനാണ് ഈ വിവേചനം കാണിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളോട് ചോദ്യം, നമ്മളിപ്പം ഇത് ഈ വിഭാഗം വെക്കാനാണ് വിചാരിക്കുന്നത്. നിങ്ങളോട് ഒറ്റ ചോദ്യം, യു സർട്ടിഫിക്കറ്റ് ക്ലീൻ യു ഒരു കട്ട് പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് ഈ കണ്ടന്റ് ഇത് വെച്ചിട്ട് ഒരു ഭാരതം കട്ട് ചെയ്യാൻ പറയുക? ഇത് ഉത്തരവില്ല. ഉത്തരം അവർ പറഞ്ഞില്ല. 2 മണിക്കൂറോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു പ്രാവശ്യം നമ്മളെ ഇരുത്തി നമ്മൾ വളരെ ഇതായിട്ട് എല്ലാവരും സംസാരിച്ചപ്പോൾ മാറ്റി നിർത്തി.
വീണ്ടും വിളിപ്പിച്ചു. അവരൊന്നും തരാൻ പറ്റില്ല, നമ്മൾക്ക് തരാൻ പറ്റില്ല, നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭാരതം എന്ന പേര് കട്ട് ചെയ്തില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്നാണ്. സർട്ടിഫിക്കറ്റ് തരില്ല. നമുക്ക് ഇപ്പൊ കോർപ്പറേഷൻ ഓഫീസിൽ വന്നിരിക്കുന്ന ആകെ ഭാരതം മാത്രം കട്ട് ചെയ്യുക, ബാക്കി ഒന്നും നിങ്ങൾ കട്ട് ചെയ്യുക. അതിനുള്ള പ്രതിഷേധമാണ് എല്ലാം ഒരു സർക്കാർ ഉൽപ്പന്നമാക്കി. ഇനിയിപ്പോ നമ്മളീ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ RCA മുമ്പിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുപോയി അവരോട് നിങ്ങൾ റിവ്യൂ കമ്മിറ്റിക്ക് പോയിക്കോ. റിവ്യൂ കമ്മിറ്റിക്ക് പോകുമ്പോൾ ഈ പ്രോസസ് എടുക്കാൻ 20 or 40 പ്രോസസ് എടുക്കും. അത്രയൊന്നും കാത്തിക്കാൻ നമുക്ക് പറ്റില്ല. ഇതേ പേരിൽ തന്നെ അത് ഭാരത സർക്കസ് എന്ന് പറഞ്ഞിട്ട് പടം മുൻപ് വരികയുണ്ടായി. അതിന് സെൻസർ എല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ വന്ന സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളോട് മാത്രം ഇങ്ങനെ ഒരു വിവേചനം നടത്തുന്നു? അല്ല, അതാണ് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പൊ പത്മാവതി എന്ന് പറഞ്ഞൊരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു. പിന്നീട് അതിന്റെ പേര് പത്മാവത് എന്നാക്കി മാറ്റി. പക്ഷെ അന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു, ഒരു വിഭാഗം ആളുകളുടെ ഭയങ്കരമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. സെക്സി ദൂത എന്നൊരു സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് അതിന്റെ പേര് സെൻസർ ബോർഡ് മാറ്റാൻ ആവശ്യപ്പെട്ട് അതിൽ സ്പെല്ലിംഗിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് അന്നും പ്രതിഷേധം ഉണ്ടായിരുന്നു ഒരു വിഭാഗത്തിന്റെ. ഈ ഭാരത സർക്കസ് എന്ന് പറഞ്ഞ സിനിമ പൊളിറ്റിക്കൽ സിനിമയാണ്. അതിൽ വളരെ ഗൗരവമായ ദളിത് രാഷ്ട്രീയം പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ സിനിമയുടെ കാര്യം വരുന്ന സമയത്ത് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമ ഫാമിലിക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന അതിന്റെ കണ്ടന്റിൽ വളരെ ഫണ്ണായിട്ടുള്ള ഒരു സിനിമയാണ്. അവിടെ കണ്ടന്റിൽ പ്രശ്നമില്ല, മൂന്നാമതൊരാൾക്ക് പരാതിയില്ല. ഇത്തരത്തിലൊരു പരാതി ഒരു സ്ഥലത്ത് ചെന്നിട്ടില്ല. ഇപ്പൊ റീസെന്റ് ഒരു സിനിമയുടെ പേരിൽ ഞങ്ങളോടൊപ്പം ഇറങ്ങുന്ന ഒരു സിനിമയുടെ പേരിൽ ഈ കോടതിയിൽ കേസുണ്ടായി. സെൻസർ ബോർഡ് അത് വിശദമായി കണ്ടു. സെൻസർ ബോർഡ് അത് കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെയും പരാതി വന്നു. പരാതിയില്ല, പ്രതിഷേധങ്ങളില്ല, വേറെ ആർക്കും പ്രശ്നമില്ല. ഈ സിനിമ കണ്ട 5 പേര്, അവർക്ക് മാത്രമാണ് പ്രശ്നം. അതെന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതിലാണ് ഞങ്ങൾക്ക് പ്രതിഷേധം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ സമാനമായ പല അനുഭവങ്ങളും പല സിനിമകളും നേരിട്ടിട്ടുണ്ട്. ഇത് മലയാള സിനിമയ്ക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്? അല്ലല്ല, ഇത് ഈ ഉഡ്ത പഞ്ചാബ് എന്ന് പറയുന്ന സിനിമയെ എത്ര കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും ഇത്തരം സിനിമകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രൊപഗണ്ട സിനിമകൾക്ക് നേരെ പണ്ടുണ്ടായിട്ടുണ്ട്, പ്രൊപഗണ്ട സിനിമകളും ഉണ്ടായിട്ടുണ്ട്. ഇത് മലയാള സിനിമയോട് മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ചില പേരുകൾ ഞങ്ങളുടേതാണ്, ചില ബിംബങ്ങൾ ഞങ്ങളുടേതാണ്, ചില വസ്തുക്കൾ ഞങ്ങളുടേതാണ്, ചില നിറങ്ങൾ ഞങ്ങളുടേതാണ്. അതിന് മറ്റാർക്കും അവകാശമില്ല എന്ന് പറയാതെ പറയുകയാണ്. നമ്മളിൽ അത് അടിച്ചേൽപ്പിക്കുകയാണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഇല്ല, കോടതിയിൽ ചെന്ന കോടതി ചോദിക്കില്ല നിങ്ങൾ എന്തുകൊണ്ട് റിവ്യൂ കമ്മിറ്റിക്ക് പോയില്ല എന്ന് ചോദിക്കും. കാരണം അടുത്ത പ്രോസസ് നിയമപരമായിട്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ തങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പെൻസ് ഉണ്ട്. പില്ലേഴ്സ് വെക്കുന്നതിന് അതിനൊരു എക്സ്പെൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു സെൻസർ ബോർഡ് ഇങ്ങനൊരു പേരാണ്, ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അവർ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അഥവാ തെറ്റുവാണെങ്കിൽ കൂടുതൽ ഈ പറഞ്ഞ തിരുത്തി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓൾറെഡി പോസ്റ്റേഴ്സ് ഇറക്കി ബോർഡുകളിലുള്ള പരസ്യങ്ങൾ കൊടുത്തു തുടങ്ങി പ്രൊമോഷൻ കഴിയും. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡ്യൂസറിന് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഇത് കോടതി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോഴും ഇന്ന് ഇത് ഞങ്ങളോട് പറയുന്ന വ്യാഴാഴ്ചയാണ്. ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ലെറ്റർ കിട്ടുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്, ഇന്നലെ രാത്രിയാണ്. ഇനി തിങ്കളാഴ്ച കോടതിയിൽ പോകാൻ പറ്റുള്ളൂ. കോടതി പോയി കഴിഞ്ഞാൽ എന്തായാലും ഇത് വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ പറ്റില്ല. പിന്നെയും ഈ പ്രോസസ്സ് നീണ്ടു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 8-ാം തീയതി എന്നുള്ളത് ഞങ്ങളുടെ ഗതികേടിന്റെ അങ്ങേയറ്റത്തുള്ളൊരു ദിവസമാണ്. ഞങ്ങൾക്ക് 8-ന് അപ്പുറത്തേക്ക് ഈ സിനിമയെ കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം 1-ാം തീയതി റിലീസ് അനൗൺസ് ചെയ്ത സിനിമാ സമരം കാരണം തിയേറ്ററുകൾ കൃത്യമായി കിട്ടുന്നില്ല. ഇപ്പൊ 8-ാം തീയതി ആ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങളോട് ഇവിടുത്തെ സിനിമാ സംഘടനാ ഭാരവാഹികൾ ഉപദേശിച്ചു നിങ്ങൾ കോടതിയിൽ പോകും, വളരെ വേഗത്തിൽ നടക്കും. പക്ഷെ കോടതിയിൽ പോകുന്ന സമയത്ത് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വക്കീലിന് സമയം ചോദിക്കാൻ, ഞങ്ങൾക്ക് ഇത് ഒന്നുകൂടി പഠിക്കണം, ഒന്നുകൂടി കാണണം എന്ന് പറയാം. അതൊക്കെ ഈ സിനിമയുടെ റിലീസ് നീട്ടിവെക്കുകയാണ്. ഞാൻ ഒരു ദിവസം നമ്മൾ 10,000 രൂപ കൊടുത്തിട്ടാണ് മെട്രോ പില്ലറിൽ പരസ്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് 4 ദിവസം നീണ്ടാൽ വീണ്ടും പൈസ കൊടുക്കണ്ടേ? ഈ ബോർഡിങ്ങുകൾ 15 ദിവസം 20 ദിവസം എന്നുള്ള രീതിയിലാണ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. അത് ഒരു ദിവസം വയ്ക്കുമ്പോൾ പൈസ കൊടുക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്നുള്ളത് കൊണ്ടാണ് അല്ലെ കോടതിയിൽ പോകുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇത് അംഗീകരിച്ചു. നിങ്ങൾ പറഞ്ഞ തിരുത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ സിനിമയുടെ പേര് മാറ്റുന്നു, ഒരു സർക്കാർ ഉൽപ്പന്നമെന്നാക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവര് തന്നെ പറഞ്ഞു നിങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം അവരുടെ ആവശ്യം
ഇത്തരം പേരുമായി ഇനി വരണ്ട, വന്നാൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ ആർക്കും ഇന്ന് തോന്നിവാസം കാണിക്കാനുള്ള ഒരു മേഖല ആയി മാറുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സെൻസർ ബോർഡ് ഇങ്ങനെ ആയിരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമയുമായി ബന്ധമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആളുകളുടെ സിനിമയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സിനിമയിലോട്ട് ഉൾപ്പെടുത്തി, അതാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നുള്ളതാണ് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്ക്. സുധീഷേട്ടാ, ഇപ്പോൾ മുൻപ് പലപ്പോഴും കേട്ടൊരു സംഭവമാണ് സെൻസർ ബോർഡ് പലപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള സിനിമകൾ അത് പല സിനിമകളിലും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട് ഇതിനകത്ത്? സ്വാഭാവികം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ കാര്യങ്ങൾ ചെയ്തത്. കാരണം ഒന്നും പറയാതെ, കാരണം ഒരു സെൻസർ ബോർഡ് അങ്ങനെ പറഞ്ഞു നിങ്ങൾ വിവാദമായിക്കോ, നമുക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് സെൻസർ ബോർഡിന് മുന്നിൽ നമ്മളെ കണ്ണീര് വീണിട്ടുണ്ട്. എനിക്കൊന്ന് മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു സെൻസർ ബോർഡിന് മുന്നിൽ നമ്മൾ കണ്ടത്. കാരണം നമ്മൾക്ക് ഇത് വിവാദമാക്കാനോ ഒന്നും ആഗ്രഹമില്ല. കാരണം ഈ സിനിമ നമ്മൾക്ക് നല്ല ഉറപ്പുണ്ട്, ഈ സിനിമ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഭാഗം ആൾക്കാർ എന്തിനാ നമ്മൾ ശത്രുക്കളാണ്, അവരും കൂടി കണ്ടിട്ട് ഈ സിനിമ വിജയിപ്പിക്കണ്ടേ. അപ്പൊ സ്വാഭാവികം നമ്മൾ അങ്ങനത്തെ ഇതില്ല. രാഷ്ട്രീയം സിനിമയിലും ക്രിയേറ്റിവിറ്റിയിലും കലർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇത് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഉള്ളത് വിളിച്ചു പറയാം, അല്ലെങ്കിൽ നമ്മളെ രാഷ്ട്രീയം വിളിച്ചു പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണോ. ഇതൊരു പോരാട്ടമാണ്. കാരണം ഇനിയും ഒരുപാട് ആൾക്കാർ സിനിമ ചിന്തിക്കുന്നില്ല. നാളെ ഇവരെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊരു പോരാട്ടമാണ്. ചിലപ്പോൾ നമ്മളെന്താണെന്ന് നമുക്ക് എന്തായിത്തീരും നമുക്കറിയില്ല. പക്ഷെ ഈ പോരാട്ടം വിജയിച്ചേ പറ്റൂ. കാരണം ഒരുപാട് ആൾക്കാർ പോരാടിയാണ് നമ്മളൊക്കെ ഇവിടെ സ്വാതന്ത്ര്യം നടക്കുന്നത്. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് നമ്മളെ ഈ ആൾക്കാർ 4 ആൾക്കാരെ മാത്രമല്ല, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾ നാളെ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ. നിങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമയായിട്ട് ഇവരെ മുമ്പിൽ പോയാൽ നിങ്ങളത് അവരെ പറയും ഇന്ന് ചെയ്യുന്നു. അപ്പൊ അതിന് നമ്മളിപ്പോ നമ്മൾ അതിന് ബലിയാടായി. ആ ബലിയാടാൻ നമ്മൾ തീരുന്നില്ല. പക്ഷെ നമ്മളെ നാളെ സിനിമ എന്താണെന്നോ നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഇതൊരു പോരാട്ടമാണ്. ഈ പോരാട്ടം നമ്മൾ എന്തായാലും തുടരണം. സംവിധായകനോടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം ചെയ്തു, ഒരു ചിത്രം ചെയ്ത് കഴിഞ്ഞു, അത് സെൻസറിലേക്ക് പോയി. അവിടെ നിന്ന് ഇതുപോലൊരു പ്രശ്നം നേരിടുമ്പോൾ ഒരു പുതുമുഖമായിട്ട് വരുന്ന ഒരു സംവിധായകൻ അല്ല പുതുതായിട്ട് സിനിമ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് ഉപദേശം കൊടുക്കാൻ പറ്റും ഈ ഒരു സമയത്ത്? ഉപദേശം നമ്മളിപ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണോ എന്ന് ഇപ്പൊ ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഈ സിനിമയ്ക്കകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ എടുത്തത്. അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തൊരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് കൺഫ്യൂഷനാണ്, അല്ലാതെ അതിന് കൃത്യമായ ഉത്തരമാണ് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ഫസ്റ്റ് എന്താണ് ഒരു മൈൻഡിൽ ആദ്യം വന്നത്? എങ്ങനെ ഇതിനെ നേരിടാന്നാണ് തോന്നിയത്? നേരിടാൻ സമയമില്ലല്ലോ, നമുക്ക് റിലീസ് എടുത്തില്ല. പിന്നെ എന്താ പറയുക, ഈ ഭാരതം എന്ന് പറഞ്ഞ പേര് മാറ്റാന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരല്ല ഭാരതം. എല്ലാവർക്കും അത് മാറ്റാന്ന് പറയുമ്പോൾ നമുക്ക് അത്ര രസമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് അറിയാലോ, അതായത് അവരാണ് ഒരു സിനിമയുടെ അവരവരുടെ ലൈഫിലുള്ള എല്ലാ സേവിങ്സും വിട്ടിട്ടായിരിക്കും സിനിമ ചെയ്യുന്നത്. ഈ പറഞ്ഞാൽ ഇത്രയും ബഡ്ജറ്റ് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് പോലും അവർ സിനിമ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും. വേണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈവെന്തോ ആഫ്റ്റർ റിലീസ് വേണമെങ്കിലും സെൻസർ ബോർഡിനെതിരെ ഒരു കേസ് കൊടുത്തുകൂടെ? കാരണം ഇനി ഒരുപാട് സിനിമകൾ ഇതേപോലെ ഒരുപാട് സിനിമകൾക്ക് ഇത് ഇപ്പോൾ പണ്ടത്തെ ഒരു രായഹൽ മകൻ പോരാ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഡയറക്ടർ റിവ്യൂസിനെതിരെ കോടതി കേസ് കൊടുത്തതിന് ശേഷമാണ് അത് അത്രയും വലിയൊരു വിവാദമായതും അതിനുവേണ്ട നടപടികൾ എടുത്തു തുടങ്ങിയത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഒരാൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഇനിയുള്ള സിനിമകൾക്കായാലും ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യത. അതിനുള്ളൊരു പ്രതിഷേധമാണ് ഇപ്പൊ ഞങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിക്കുന്നത്. ഈ സിനിമയിലെ ലാൽ ജോസ് സാർ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട് ഹർജിദാസൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ സിനിമയിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഒരു റേഷൻ കടക്കാരനെതിരെ നിയമ പോരാട്ടം നടത്തിയ ഒരു കഥ. ആ കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, റേഷൻ കടക്കാരനെതിരെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി, പക്ഷെ വിജയിച്ചില്ല. എന്നാൽ റേഷൻ കടക്കാരൻ തിരുത്തി അയാളുടെ തെറ്റ്, ആ കേസ് ജയിച്ചില്ലെങ്കിൽ. ചില പോരാട്ടങ്ങൾ വിജയിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് ഈ സിനിമയിൽ ഒരു രംഗമുണ്ട്. ആ രംഗമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്. അതായത് ഇത്തരം പോരാട്ടങ്ങൾ ഇത് ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി മാത്രമല്ല, ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ നേരത്തെ പ്രതിഷേധിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു, അവരെ പോലെ നമ്മൾ പ്രതിഷേധിക്കണം. അത് പ്രതിഷേധിച്ചേ പറ്റൂ എന്നതിന്റെ ഒരു സാക്ഷ്യപത്രമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അവസ്ഥ ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സിനിമ ഇനിയും നീട്ടിവെക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ തോൽവി സംബന്ധിച്ച് ഈ പേര് ഏറ്റെടുക്കുകയാണ്. പക്ഷെ
പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല.